കിടക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടങ്ങിയിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ആരോ പറഞ്ഞത് കേട്ട് ഇന്റർവ്യൂവിൽ പ്രേം നസീറിനെ കുറിച്ച് വാചാലിനായി 8ന്റെ പണി മേടിച്ചിരിക്കുകയാണ് നടൻ ടിനി ടോം. പ്രേം നസീർ ആരാധകരും സിനിമാ പ്രവർത്തകരും പൊങ്കാലയുമായി എത്തിയതോടെ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കക്ഷി. ഇപ്പോൾ മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. എവിടേക്കന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. അപ്പോ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. വന്ന കാര്യം മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സോറി ഫോർ എവരിതിങ്. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇവിടത്തെ മാനേജർ പരമാനന്ദ സാറിനോട് പറയണം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന്. താങ്ക് യു. അപ്പോ ഒരു ഉറപ്പുമില്ലാതെ ഡയലോഗ് അടിച്ച് പണി മേടിച്ചതാണെന്ന ഈ ലേലുവല്ലു പോസ്റ്റിൽ വ്യക്തമാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല ടിനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ പൊങ്കാലിടുന്നത്. പലതവണ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.